ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾക്കൊരു ചെറിയ സൂറത്ത് പരിചയപ്പെടാം. ഈ സൂറത്ത് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പോ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമോ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ മാറും. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഭാഗ്യം നൽകുന്നതാണ്. ഈ സൂറത്ത് കൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് മനസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ. എല്ലാവരുടെ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾക്കൊരു ചെറിയ സൂറത്ത് പരിചയപ്പെടാം. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ്. സുബ്ഹി നിസ്കാരത്തിന് ശേഷമോ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പോ ഈ സൂറത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വരുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരുകയാണ്. നമ്മൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യമാണ്. വീട് നിർമ്മിക്കണമെങ്കിൽ ക്യാഷ് വേണം. മക്കളുടെ സ്കൂൾ പഠനം, കോളേജ് പഠനം ക്യാഷ് വേണം. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ ക്യാഷ് വേണം. വാഹന സൗകര്യത്തിന് ക്യാഷ് വേണം. ഭക്ഷണത്തിന് ക്യാഷ് വേണം. അപ്പൊ നമ്മളെ ജീവിതത്തിലെ എല്ലാ നിഖില മേഖലകളിലും സമ്പത്ത് അത്യാവശ്യമാണ്. ആ സാമ്പത്തികമായ അഭിവൃദ്ധിയില്ലാതെ ഒട്ടനവധി ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കടത്തിൽ മുങ്ങിയ ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ തന്നെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനത്തോടുകൂടെ വളരെ റാഹത്തോടുകൂടെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. നമ്മൾ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഓതാനുള്ള ഒന്നാമത്തെ നിബന്ധന സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമോ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പോ ആയിരിക്കണമെന്നുള്ളതാണ്. അതിനെങ്ങനെയാണ്? പല ആളുകളും സുബ്ഹി എന്നെ കാണാറില്ല, സുബ്ഹി ബാങ്ക് കേൾക്കാറില്ല, സുബ്ഹി വളരെ ലാഘവത്തോടുകൂടെ ഖളാ ആക്കുന്ന നിസ്കരിക്കാത്ത ആളുകളാണ് പല ആളുകളും. പിന്നെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? സുബ്ഹി നിസ്കാരം ഒഴിവാക്കുന്നവരെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇന്ന് പല വീടുകളുടെയും അവസ്ഥ എന്താണ്? അവിടെയുള്ള വയസ്സായ ആളുകളും ഉമ്മയും ഉപ്പയും വല്യമ്മയൊക്കെ നിസ്കരിക്കും. യുവത്വമുള്ള ആളുകള്, ആരോഗ്യമുള്ള ആളുകൾ നിസ്കരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ബർക്കത്ത് ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുക? നിസ്കരിക്കാത്തവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മല്ലം യുസല്ലി സ്വലാത്തൽ ഫജ്രി, ഒരാൾ സുബ്ഹി നിസ്കരിക്കുന്നില്ല, സുബ്ഹി വളരെ ലാഘവത്തോടുകൂടെ ഒഴിവാക്കുന്ന ആളാണെങ്കിൽ ലം യകുൻ ഫീ റിസ്ഖിഹി ബറക, അവന്റെ ഭക്ഷണത്തില്, അവന്റെ ജീവിതത്തില്, അവന്റെ ജോലിയില്, അവന്റെ വീട്ടിലൊന്നും ബർക്കത്തുണ്ടാകൂല. പിന്നെ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഓതിയിട്ട് കാര്യമില്ല. അത് സുബ്ഹി നിസ്കരിക്കണം. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്കരിക്കാതെ ഒരു ദിക്റും ചൊല്ലണ്ട, ഒരു സ്വലാത്ത് ഓതണ്ട, ഒരു മജ്ലിസിലും നിങ്ങൾ പങ്കെടുക്കണ്ട, ഒരു കാര്യം ഉണ്ടാവില്ല. ശരിക്കും ശ്രദ്ധിക്കണം, ഒരു കാര്യം ഉണ്ടാവൂല. 7 വയസ്സായാൽ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടി അടിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും ഗൗരവമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇന്ന് പല വീട്ടിലെയും മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? നമ്മളെ മക്കള് സ്കൂളിലേക്ക് പോകുന്നു, ലൂറ് നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അസർ നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ?
മഗ്രിബ് നിസ്കരിക്കുന്നു അന്വേഷിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ കുറെ കൈയുയർത്തിയിട്ട് ദ്വാരന്നിട്ട് എന്താ കാര്യം? മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ ഇബ്തലാഉല്ലാഹു തആല ബിസലാസി ബലിയാത്ത്, 3 പരീക്ഷണങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ 3 പരീക്ഷണങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പരീക്ഷണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ നൽകുകയില്ല എന്നുള്ളതാണ്. ഏതാണത്? യർഫഉൽ ബറകത മിൻ റിസ്ഖിഹി, നമ്മളെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു ഉയർത്തിക്കളയും. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ? ജീവിതത്തിൽ ബർക്കത്ത് വേണം, മക്കളിൽ ബർക്കത്ത് വേണം, ജോലിയിൽ ബർക്കത്ത് വേണം, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവണം എന്നൊക്കെയല്ലേ ആഗ്രഹിക്കുന്നത്. ആ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പരീക്ഷണം യഖ്റുജു മിനദ് ദുനിയാ ബിഗൈരിൽ ഈമാൻ, ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകും, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല, ആഖിബത്ത് മോശമാകും നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ പരീക്ഷണം യുസല്ലിതുല്ലാഹു തആല അലൈഹി അമീറൻ ജായിറൻ ലാ യർഹമു, കരുണ കാണിക്കാത്ത ഭരണാധികാരികള് നമ്മളുടെ ഭരണം ഏറ്റെടുക്കും. ല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ നമ്മളെ രാജ്യത്തിന്റെ ഒക്കെ അവസ്ഥ? എന്ത് കരുണയാണ് മുസ്ലിമീങ്ങളായ നമ്മളോട് കാണിക്കുന്നത്? നമ്മൾ നിസ്കരിച്ചുകൊണ്ട് കൃത്യമായി ഖുർആൻ ഓതി കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാല് അതൊന്നും നമ്മൾ ഭയക്കേണ്ടതില്ല. അപ്പൊ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓതേണ്ട സൂറത്ത് നമ്മൾ പറയട്ടോ, നമ്മൾ നിസ്കാരത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. കാരണം ഈ സൂറത്ത് ഓതേണ്ട നിബന്ധന തന്നെ ഒന്നെങ്കിൽ സുബഹി നിസ്കാരത്തിന്റെ ശേഷം, അല്ല ഈ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് എന്നുള്ളതാണ്. നിസ്കാരത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്ക്, ലാ തഹില്ലു സകാത്തു ലി താരിഖി സ്വലാത്ത്, നിസ്കരിക്കാത്തവനിക്ക് നിങ്ങൾ സകാത്ത് കൊടുക്കരുതേ. എത്ര പാവപ്പെട്ട ആളാണെങ്കിലും നിസ്കരിക്കാത്തവനാണോ ഓർക്ക് സകാത്ത് കൊടുക്കരുത്. ഓ വീടില്ലാത്ത ആളാണെങ്കിലും, മകളെ കെട്ടിക്കാൻ പൈസ ഇല്ലാത്ത ആളാണെങ്കിലും, വസ്ത്രം വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളാണെങ്കിലും, ഓ നിസ്കാരം ഒഴിവാക്കുന്ന ആളാണോ, നിസ്കരിക്കാത്ത ആളാണോ, ഓർക്ക് സകാത്ത് കൊടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വലാ തുജാലിസൂഹു, അവന്റെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? ഫഇന്നൽ ലഅനത തൻസിലു അലൈഹി മിനസ് സമാഇ, അല്ലാഹുവിന്റെ ലഅനത്ത് അവന്റെ കൂടെ ഉണ്ടാകും. ആകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ലഅനത്ത് അവനിലേക്ക് ഇറങ്ങാണ്. അവ നമ്മൾ അവന്റെ അടുത്ത് പോയിരുന്നാല് ആ അള്ളാഹുവിന്റെ ശാപം നമ്മൾക്കും ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് അള്ളാഹു നമ്മൾക്ക് നമ്മളെ കുടുംബത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ്, സല്ലിമു അലൽ യഹൂദി വലൻ നസാറ വലാ തുസല്ലിമു അലൽ യഹൂദി വൻ നസാറ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ ചില യഹൂദികളും നസ്രാനികളും ഉണ്ട്, നസാറാക്കളും ഉണ്ട്, അവരോട് നിങ്ങൾ ഒരിക്കലും സലാം പറയാൻ പാടില്ല. ആ സമയത്ത് സഹാബിമാര് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ യഹൂദു വൻ നസാറ മിൻ ഉമ്മത്തിക, നിങ്ങൾ ഉമ്മത്തികളിലെ യഹൂദികളും നസ്രാനികളും ആരാണ് നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലദീന യസ്മഊനൽ അദാന വൽ ഇഖാമത വലാ യഹ്ദറൂനൽ ജമാഅ, പള്ളിയിൽ നിന്ന് ബാങ്കും ഇഖാമത്തൊക്കെ കേൾക്കും, പക്ഷേ അവൻ ജമാഅത്തിന് പങ്കെടുക്കൂല, ഉമ്മമാര് വീട്ടിൽ നിന്നും നിസ്കരിക്കൂല. അപ്പൊ നിസ്കരിക്കാത്തവരോട് സലാം പോലും പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ നിസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വീട്ടിലുള്ള ആളുകളൊക്കെ നിസ്കരിക്കുക. ഭർത്താവ് നിസ്കരിക്കണം, വല്യുമ്മയും വല്യുപ്പയും നിസ്കരിക്കണം, ഉമ്മയും ഉപ്പയും നിസ്കരിക്കണം, മക്കൾ നിസ്കരിക്കണം. അല്ലാതെ നമ്മൾ സുബഹിക്ക് എണീറ്റിട്ട് മക്കൾക്ക് പുതപ്പൊക്കെ നേരെ പുതച്ചു കൊടുത്ത് ഫാനൊക്കെ ഇട്ടിട്ട് റൂമൊക്കെ അടച്ചിരുന്ന് അവരെ ശല്യപ്പെടുത്താതെ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്താൽ ആ വീട്ടിൽ ശാപം ഉണ്ടാവും. നമ്മളെ മക്കൾ കാരണം നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിലെ 90ാമത്തെ അത്ഭുതകരമായ സൂറത്താണ്. എന്താണ് ആ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ബലദ്. സൂറത്തുൽ ബലദ് ഒരുപാട് പോരിശകൾ നിറഞ്ഞ സൂറത്താണ്. എങ്ങനെയാണ് അത് ഓതേണ്ടത്? അല്പം ഞാനൊന്ന് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو طعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار മുഅ്സ്വദ. ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ബലദ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി സുബഹി നിസ്കാരത്തിന്റെ ശേഷമോ സുബഹി നിസ്കാരത്തിന്റെ മുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും, ചുരുങ്ങിയത് ഒരു പ്രാവശ്യം, ഏറ്റവും കൂടുതൽ 3 പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം കഴിയുന്ന ആളുകൾ 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ നമ്മളെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമെന്നുള്ളതാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയും. മാത്രമല്ല ഈ സൂറത്തിന് മറ്റു ചില പവർ കൂടെയുണ്ട്. ഈ സൂറത്ത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സഹായം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഖിയാമത്ത് നാള്. ആ ഖിയാമത്ത് നാളില് നമുക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ എപ്പോഴും കരയും, രാത്രി കരയും, പകല് കരയും. ആ കുട്ടികൾക്ക് തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ കരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ബലദ് എഴുതി ഒരു ഏലസാക്കി അവരെ ശരീരത്തിൽ കെട്ടിക്കൊടുത്താൽ മതി. കരച്ചില് മാറും, കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സൂറത്തുൽ ബലദിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, അഭിമാനം നൽകട്ടെ. നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ അള്ളാഹു ഏറ്റെടുക്കട്ടെ. ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കട്ടെ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാല തൗഫീഖ് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര്, അവരെ കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, ഭക്ഷണം തന്നവര്, അയൽവാസികളുണ്ട്, ഞങ്ങളെ കൂട്ടുകാരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. മുഅ്മിനീങ്ങൾക്കടക്കം ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് സാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴി തുറന്നു കൊടുക്കല്ല. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണല്ല. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. രോഗികളുടെ ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ല. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ശിഫ നൽകണേ അല്ല. കീറി മുറിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾക്ക് വരുത്തല്ല. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ല. എല്ലാ മേഖലയിലും ബർക്കത്ത് നൽകണേ അല്ല. കൃത്യമായി 5 വക്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ല. പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും റാഹത്തും നൽകണേ അല്ല. ഭാര്യ ഭർത്താക്കന്മാരെ മോശമായ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ഇബ്ലീസിന്റെ കണിവലകളെ തൊട്ട് കാക്കണേ അല്ല. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ല. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
إبراهيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.